നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. ഇക്കാലത്ത് ഏറ്റവും അധികം കേൾക്കുന്ന വാക്കുകളിലൊന്നാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ കാലത്ത് പ്രായഭേദമന്യേ വിഷാദ രോഗികളാകുന്ന ആളുകൾ കൂടി വരികയാണ്. ഡിപ്രഷനെക്കുറിച്ചും പ്രതിവിധികളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു 66 കുട്ടികളാണ് ഏപ്രിൽ മാസത്തിൽ മുതൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് 25-ന് ശേഷം സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. ഈ 66 കുട്ടികളുടെ ആത്മഹത്യ ഇപ്പൊ കേട്ടു നിൽക്കുന്ന നമുക്ക് ഞെട്ടലുണ്ടാവും. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള കാരണങ്ങളും അത്രയും തന്നെ കുട്ടികളാണ് ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത്. അപ്പം കുട്ടികളിൽ ഈ ആത്മഹത്യ കൂടാനുണ്ടായതിൻ്റെ പ്രധാന കാരണം ഡിപ്രഷൻ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പം സ്കൂളൊക്കെ അടച്ചു, കുട്ടികൾക്കും ആരെയും കാണാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യം തന്നെ ആയിരിക്കും അവരെ ഇതിലേക്ക് നയിച്ചത്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ബഹുമുഖമായ കാര്യമാണ്. അതായത് ഏകമുഖമല്ല. നമ്മൾ മൾട്ടി ഫാക്ടോറിയൽ എന്നൊക്കെ സാധാരണ പറയും. മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ പല ഘടകങ്ങളുണ്ട് അതിനെ നിർണായകമായി സ്വാധീനിക്കുന്നത്. പക്ഷേ അത് സാമ്പത്തികമാകാം, സാമൂഹികമാകാം, ജൈവശാസ്ത്രപരമാകാം, രസതന്ത്രപരമാകാം. പക്ഷേ ഇതിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തടയാവുന്ന ആത്മഹത്യകളുടെ പ്രധാനപ്പെട്ട കാരണം പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡിപ്രഷൻ, പ്രിവെൻറ്റബിൾ കോസ് ഓഫ് സൂയിസൈഡ്. ആത്മഹത്യകളുടെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതായത് അത് നമ്മൾ ഫലപ്രദമായി ചികിത്സിച്ചാൽ ആത്മഹത്യ നിരക്കുകൾ കുറയ്ക്കാം എന്ന് പറയുന്നെങ്കിൽ അത് തീർച്ചയായും വിഷാദരോഗമാണ്. വിഷാദരോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വിഷാദരോഗത്തെക്കുറിച്ചുള്ള അവബോധത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അതായത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ആർക്കാണെങ്കിലും ഒരു നെഞ്ചിൻ്റെ ഇടതുഭാഗത്തൊരു വേദനയും കയ്യിലേക്കൊരു വ്യാപനവും ഒരു വെട്ടി വിയർക്കലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നെഞ്ചുവേദനയാണെന്നറിയാം, സാധ്യതയുണ്ട്. അതിനൊരു ഹൃദ്രോഗ ചികിത്സകത്തിനെ കാണണമെന്നറിയാം. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വിഷാദ രോഗങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്കുള്ള അവബോധം കുറവാണ്. എന്തിനധികം മുതിർന്നവർക്ക് തന്നെ ഇത്തരത്തിലൊന്ന് അല്പം വിഷാദഭാവത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് വിഷാദ രോഗമാകാമോ എന്നുള്ള സാധ്യതയെക്കുറിച്ച് നാം ആലോചിക്കുന്നില്ല. എന്ന് മാത്രമല്ല, കുറച്ച് ഈ വിഷാദപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരോട് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇതൊക്കെ വലിയ രോഗമാണോ, ഇത്തരം പ്രശ്നങ്ങളിലൂടെ എല്ലാവരും കടന്നു പോകുന്നില്ലേ എന്നുള്ള ചിന്തകൾ കൊണ്ട് അവരെ നാം വല്ലാതെ, ആ ചിന്തകൾ കൊണ്ടും ചോദ്യങ്ങൾ കൊണ്ടും അവരെ നാം വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തെക്കുറിച്ചുള്ള ഒരു അവബോധം മുതിർന്നവരിലില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളിലേക്കും അത് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ ഈ കാലഘട്ടത്തിനെ സംബന്ധിച്ചുള്ള പ്രധാനമായി നോക്കൂ, ഏതൊരു വ്യക്തിയും നാം നിലനിൽക്കുന്നത് 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയ. ഒന്ന്, നമ്മുടെ ഒരു വ്യക്തിജീവിതം ഉണ്ടാകും. പിന്നെ നമുക്കൊരു സാമൂഹ്യ ജീവിതം ഉണ്ടാകും. പിന്നെ നമുക്കൊരു തൊഴിൽ മേഖലയിലെ ജീവിതം ഉണ്ടാകും. ഈ 3 ട്രൈപോഡുകൾ, നമ്മൾ ഈ പഴയ കാലത്തൊക്കെ ബോർഡൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന 3 മുക്കാലി എന്ന് പറയാം. മുക്കാലിയിൽ നിന്നാണ് എല്ലാ വ്യക്തികളുടെയും ഒരു അടിസ്ഥാനപരമായ ജീവിതം കെട്ടിപ്പടുക്കുന്നത് നാം. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത് നോക്കാം. നമുക്കിപ്പോൾ കുടുംബത്തിലോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലോ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാമൂഹ്യ ജീവിതത്തിൽ അതിലുള്ള ഇൻട്രാക്ഷനുകളിലൂടെ, ഇടപെടലിലൂടെ ഒരു വ്യത്യാസമൊക്കെ വരുത്താം. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് ഇല്ലാതായിരിക്കുന്നു. സാമൂഹിക ജീവിതമെന്ന് പറയുമ്പോൾ അവർ സ്കൂളുകളിൽ പോകുന്നത്, കൂട്ടുകാരുമായി ഇടപഴകുന്നത്, അവരുടെ പഠനം, അവരുടെ പാഠ്യേതര പ്രക്രിയകൾ, അവരുടെ കളികൾ, അതൊക്കെ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ്. പഠിക്കുന്ന സ്ഥലത്തുള്ള യഥാർത്ഥത്തിലുള്ള ഇൻട്രാക്ഷനും, നാം നേരത്തെ സൂചിപ്പിച്ച അധ്യാപകന്മാരും കുഞ്ഞുങ്ങളുമായിട്ടും മറ്റു കൂട്ടുകാരുമായിട്ടും ഒക്കെ ഇൻട്രാക്ഷനൊക്കെ വളരെ ക്രിയാത്മകമായ ആൾക്കാർ ഉപയോഗിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് തോന്നുന്നു അല്ലേ? കാരണം കഴിഞ്ഞ ദിവസം ഒരു പീഡിയാട്രിക് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, അതായത് സംസാരിക്കാത്ത കുട്ടികളെ പോലും നമ്മൾ അംഗനവാടിയിലോ ഇല്ലെങ്കിൽ PKG അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിടുമ്പോഴാണ് അവരിൽ അതുപോലും ഉണ്ടായി വരുന്നത്. അപ്പം അതും ഇല്ല, കുട്ടികൾക്ക് മറ്റാരെയും കാണാനും സാധിക്കുന്നില്ല. ആ സമയത്ത് കുട്ടികൾ എങ്ങനെ ചെയ്യണം, ഏത് തരത്തിൽ ഈ ഒരു സമയത്തിനെ എടുക്കണം എന്നുള്ളതിനേക്കാൾ പാരൻസ് എങ്ങനെയാണ് ഈ ഒരു സമയത്ത് അവരോടുള്ള പെരുമാറ്റ രീതി, അവരോട് ഇപ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ ഇരിക്കരുത്, പോകരുത്, കിടക്കരുത്, ഇത് പറഞ്ഞ് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുസൃതി ഉണ്ടാവും, അത് കുറച്ച് കൂടുതലുള്ളവരും കുറവുള്ളവരും ഉണ്ടാവും. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് പാരൻസ് ഇതിന് തയ്യാറാകേണ്ടത്? ഈ ഒരു ടൈം അവരെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഇതിലെ ഏറ്റവും രസകരമായ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പേരൻറ്റിങ് അല്ലെങ്കിൽ രക്ഷകർത്തൃത്വ സമീപനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് അരുത് എന്നുള്ളതാണ്. ഏതൊരു വീട്ടിലായാലും അരുതുകളുടെ ഒരു നീണ്ട നിരയുണ്ടാകും. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമുക്ക് ശാരീരിക മാനസിക തലത്തിൽ നിന്നും അതിനെ ആലോചിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നില്ല, ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ്. മനസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ അകത്തുകയാണ് മനസ്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ ശാരീരികമായ ഒരു വ്യായാമത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ കുഞ്ഞുങ്ങളെ അറിയാമല്ലേ, കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളൊക്കെയാണ്, അവർ അടങ്ങി ഒതുങ്ങി ഇരിക്കാറില്ല. അത് യഥാർത്ഥത്തിൽ അവർക്കൊരു വ്യായാമം കൂടിയാണ്. ഇവർ സ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? സ്കൂളുകളിൽ കളിസ്ഥലങ്ങളുണ്ട്, അവരവിടെ കളിക്കുന്നുണ്ട്, മറ്റുള്ളവരുമായി ഇടപഴകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് പാഠ്യപദ്ധതിയിൽ അധിഷ്ഠിതമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല,
അവരുടെ സാമൂഹ്യ ജീവിതം, അതായത് വ്യക്തി ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും അവരുടെ തൊഴിൽ മേഖലയിലും ഒക്കെ തന്നെ ഒരു വികാസം ഉണ്ടാവണമെങ്കിൽ സാമൂഹ്യ ജീവിതം വേണം. ആ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ പാഠങ്ങൾ പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള കോടീശ്വരന്മാർക്കൊക്കെ ടീച്ചർമാരെയൊക്കെ വീട്ടിൽ വരുത്തി വെച്ച് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർ പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ വിടുന്നത് യഥാർത്ഥത്തിൽ സമൂഹവുമായി ഇടപഴകേണ്ട ബാല്യപാഠങ്ങൾ പഠിക്കുന്നത് ഇത്തരത്തിലുള്ള കളികളിലൂടെയും മറ്റുമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ വിടുന്നത്. അത് നമുക്ക് നിഷേധിക്കപ്പെടും. അപ്പോൾ നമുക്ക് സ്കൂളിൽ എന്താണ് ചെയ്യുന്നത്, അത് നമുക്ക് വീട്ടിൽ ഒരു സ്കൂൾ, നമുക്കറിയാവുന്ന പോലെ വീടാണ് ആദ്യത്തെ പാഠ്യശാല എന്ന് നാം പറയുമ്പോൾ വീട്ടിൽ നമുക്കിതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പരിശോധിക്കണം. അതിൽ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഏത് പ്രായത്തിലുമുള്ള കുട്ടികൾ, ഇപ്പോൾ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെ ഈ പുറത്ത് സ്കൂളിൽ കിട്ടുമ്പോൾ ഉള്ള ഒരു വ്യായാമത്തിന് അധിഷ്ഠിതമായ, അതിനൊരു തുല്യമായ ഒരു വ്യായാമ പദ്ധതി നമുക്ക് വീട്ടിലുണ്ടാണ്. ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും സിറ്റിയിലൊക്കെ ചില റെസിഡൻസ് അസോസിയേഷനിലോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ സാമൂഹ്യ അകലമൊക്കെ പാലിച്ചു കൊണ്ട് തന്നെ കളിക്കാവുന്ന കളികൾ, അല്ലെങ്കിൽ അവർക്ക് ഒരു 1-2 റൗണ്ട് ഓടാനോ നടക്കാനോ അതിനുള്ള ഒരു വ്യായാമത്തിനുള്ളൊരു പദ്ധതി വീട്ടിലുണ്ടാവണം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ സ്വഭാവം, മുതിർന്നവരുടെ സ്വഭാവം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. നാം അത് ചെയ്താൽ അവർക്കത് ചെയ്യാനുള്ള സ്വാഭാവികമായ ഒരു പ്രവണത ഉണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും വ്യായാമം ചെയ്യുന്നില്ല, നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് നിങ്ങൾ വ്യായാമം ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അതിനോടൊരു ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷേ നമ്മൾ വ്യായാമം ചെയ്യുക, അത് ഞാൻ പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ വിഷാദമാണ് ഊന്നൽ കൊടുക്കുന്നതെങ്കിലും മുതിർന്നവരുടെ വിഷാദത്തിൽ പോലും ഈ പറയുന്ന വ്യായാമ പ്രക്രിയയ്ക്കുമുള്ള പ്രാധാന്യം ഞാൻ ഒന്നുകൂടി ഊന്നി പറയാൻ ഉദ്ദേശിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യായാമ പ്രക്രിയ നമുക്ക് വീട്ടിലുണ്ടാകണം. അത് നമുക്ക് തുടങ്ങണം. അത് കുഞ്ഞുങ്ങൾ ഈ കൊറോണ കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് പഠിക്കേണ്ട ഒരു പാഠമാണ്. അത് അവർ ജീവിതത്തിൽ പാടേണ്ടതുമാണ്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കണം. പിന്നെ കുട്ടികളുമായിട്ടുള്ള നമ്മുടെ ഒരു ആശയവിനിമയം കൂട്ടണം. കുട്ടികളുമായുള്ള ആശയവിനിമയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പല മാതാപിതാക്കളും ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ അവർ കുട്ടികളെടുത്ത തീരുമാനങ്ങൾ തങ്ങളെ അറിയിച്ചില്ലല്ലോ, തങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ കേൾക്കണം. കുഞ്ഞുങ്ങളെ നാം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഏത് കാര്യവും നിനക്ക് സംസാരിക്കാമെന്ന് പറയലല്ല. പക്ഷേ ഡോക്ടർ, അങ്ങനെ കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത ഫാമിലി ഉണ്ട്. കാരണം എല്ലാവർക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരൻസും അങ്ങനെയൊന്നും കിട്ടണമെന്നുമില്ല. ചിലർക്കെങ്കിലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, തിരിച്ച് നന്നായി കാര്യങ്ങൾ മനസ്സിലാവുന്നത് പോലെ തിരിച്ച് പറഞ്ഞു തരാൻ പറ്റുന്ന പാരൻസ് ഉണ്ടാവും. ചിലരാണെങ്കിൽ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടും. കുട്ടികളിലെ ഏറ്റവും ചെറിയ, ഇപ്പോൾ ഒരു വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത് വേണം, ഇല്ലെങ്കിൽ ഇന്ന സാധനം, ഇത് കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ദേഷ്യം വരുന്ന, അതൊരു പക്ഷേ പാരൻസിൻ്റെ ഡിപ്രഷനിലേക്ക് നമുക്ക് വരാം. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് ഇവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുക? പിന്നെ സാമ്പത്തിക പ്രശ്നം ഒരു പ്രധാന ഘടകമാണ്. അല്ല, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് യഥാർത്ഥത്തിൽ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് ഒരു കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ശാരീരിക ആരോഗ്യമുള്ള ഒരു പിതാവായിരിക്കണം, അല്ലെങ്കിൽ ശാരീരികത്തിനുള്ള മാർഗ്ഗങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കണമെന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളോട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് കയർക്കുകയും അങ്ങനെ സംസാരിക്കുന്ന ഒരു പിതാവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തന്നെ കുഞ്ഞിനൊരാഘാതമായി പ്രവർത്തിച്ചേക്കാം. നമുക്ക് എക്സാമ്പിൾസും ഉണ്ട്. കുഞ്ഞിനെ കട്ടിൽ വലിച്ചെറിഞ്ഞതും കുഞ്ഞിനെ പൊള്ളിച്ചതുമായിട്ടുള്ള ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ തന്നെ എത്ര വാർത്തകളാണ്. തീർച്ചയായും അവരുടെയൊക്കെ നമ്മളൊരു പിൽക്കാല ചരിത്രം പരിശോധിക്കുമ്പോൾ മദ്യത്തിൻ്റെയോ സ്വഭാവ വൈകല്യങ്ങളുടെയോ വ്യക്തിത്വ വൈകല്യങ്ങളുടെയോ നേരത്തെയുള്ള കുറ്റകൃത്യങ്ങളുടെയോ ഒക്കെ ഒരു കണക്ക് അവരിൽ നിന്നും മാധ്യമങ്ങൾ തന്നെ വായിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് കുഞ്ഞുങ്ങളോട് ക്രിയാത്മകമായി പെരുമാറുന്ന ഒരു രീതി ഉണ്ടാകണം. അവർ തമ്മിൽ ഇടപഴകുന്ന സമയം കൂട്ടണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒരു ടൈം ടേബിൾ. നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഈ സ്കൂളുകളിലൊക്കെ ആകുമ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ സമയം കിട്ടും. ഇത് വീട്ടിലാകുമ്പോൾ രാത്രി എത്ര നേരം വേണമെങ്കിലും കഴിഞ്ഞ് ഉറങ്ങിയാൽ മതി, എത്രയെങ്കിലും മഴയ്ക്ക് എഴുന്നേറ്റാൽ മതി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ടൈം ടേബിളിലൂടെ കുട്ടികളെ കൊണ്ടുപോകണം. അപ്പം നാം പറയുന്ന ഈ ഒരു വ്യക്തിജീവിതം, തൊഴിൽ ജീവിതം, അത് സ്കൂളിൽ സാമൂഹ്യ ജീവിതം എന്നുള്ളത് എന്താണോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വീട്ടിലൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം. കാരണം ഇപ്പോഴത്തെ പുതിയ കണക്കുകളും മറ്റുമൊക്കെ വെച്ച് കൊറോണ കാലം എന്ന് പറയുന്നത് ഈ വർഷം ഏകദേശം പൂർണ്ണമായി തന്നെ ഉണ്ടാകുമെന്ന് പറയുകയും അടുത്ത വർഷത്തെ കാര്യത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ചില പഠനങ്ങൾ, അതെന്തായാലും ഞാൻ പങ്കുവെച്ച് കുറച്ചുകൂടി ഞെട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കിതൊരു ദീർഘകാല പദ്ധതിയായി നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ സ്കൂളിൽ കിട്ടുന്നത് തീർച്ചയായും അതിൻ്റെ ഒരു കോപ്പിയായി ചെയ്യാൻ പറ്റില്ലെങ്കിലും പൂർണ്ണമായും നമുക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ കുഞ്ഞുങ്ങളെ നാം സഹായിക്കണം. അതെ, അത് കഴിഞ്ഞ് ടീനേജിലെ ആളുകളാണ് എനിക്കൊന്ന് കുട്ടികളെക്കാൾ കുറച്ചുകൂടി പ്രശ്നം വരുന്നത്. കാരണം ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇവർ പല സ്ഥലങ്ങളിൽ കോളേജുകളിലായിട്ടും അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ മാറി നിൽക്കുന്ന ആ ഏജിലുള്ള കുറച്ച് ആളുകളുടെ പ്രശ്നം അത് ഇതിനേക്കാൾ ഭീകരമാണ്. എന്ന് വെച്ചാൽ ഇവർ കടുത്ത ഡിപ്രഷനിലേക്ക്, കടുത്ത വിഷാദ രോഗത്തിലേക്ക് പോയി. ഇവർ വീട്ടിൽ സംസാരിക്കുന്നില്ല, വഴക്കുണ്ടാക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ള നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ വാർത്തകളും ഓരോ പ്രശ്നങ്ങളും. ഫോണിന് അഡിക്റ്റ് ആവുന്നു. എന്ന് വെച്ചാൽ വേറൊന്നും ചെയ്യാനില്ല. ചിലരൊക്കെ ഈ ഒരു സമയം പല നല്ല കാര്യങ്ങൾക്കും വിനിയോഗിക്കുന്നുണ്ടെങ്കിലും പലർക്കും അതൊന്നും ശരിയായി, കാരണം കുറേ മാസങ്ങളായി, കുറച്ച് ദിവസത്തെ ഒരു കാര്യമല്ലായിരുന്നല്ലോ. അപ്പം എങ്ങനെയാണ് അവരുടെ അടുത്ത് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിലുള്ള ചോദ്യത്തിൽ തന്നെ
അതിൻ്റെ ഉത്തരമുണ്ട്. ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരീ പറഞ്ഞോണം അവരുടെ ഒരു ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുക. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉൾപ്പെടെ നേരത്തെ ഈ ചർച്ചകളിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക, കുട്ടികളെ ഓൺലൈൻ ഗെയിമുകളിൽ നിന്നും കായികമായ വിനോദങ്ങളിലേക്ക് കൊണ്ടുവരിക, സാമൂഹ്യവൽക്കരണം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പാഠ്യപദ്ധതി ഉൾപ്പെടെ ഒരു ഹോം ബേസ്ഡ് വീട്ടിൽ അധിഷ്ഠിതമായ ഒരു പാഠ്യപദ്ധതി വരുമ്പോൾ ഈ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരായി തീരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾക്ക് കുറേ സമയം സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട്. അതിനുശേഷം കിട്ടുന്ന ഒരു സമയം ഈ സ്ക്രീൻ ടൈം കുഞ്ഞുങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതാണ്. കാരണം ഈ ഇൻ്റർനെറ്റിൻ്റെയും മറ്റും ചിലന്തി വലകളെക്കുറിച്ചും ചതിക്കുഴികളെക്കുറിച്ചും നമുക്ക് കൃത്യമായി അറിയാം. അതിലേക്ക് ഈ കുഞ്ഞുങ്ങൾ വീഴാൻ ഏറ്റവും വൾണറബിളായിട്ടുള്ള ഈ പ്രായത്തിൽ അവർക്കിത് കൊടുക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നമ്മൾ കൂടുതൽ കരുതലുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. ഇവരുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ ചില മാതാപിതാക്കളൊക്കെ പറയുന്നുണ്ട്, അവനോ അവളോ കമ്പ്യൂട്ടറിൽ ഇരുന്ന് എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് അറിഞ്ഞുകൂടാണ്. അത് നിരുത്തരവാദപരമായ ഒരു സമീപനം തന്നെ. അപ്പോൾ അവരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവിടെ നിന്ന് നേരത്തെ മുതൽ കുഞ്ഞിൻ്റെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കണം, കമ്പ്യൂട്ടർ ഒരു പൊതുസ്ഥലത്ത് വെക്കണം, നമ്മുടെ ഒരു കണ്ണ് ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഉണ്ട് എന്ന് കുഞ്ഞ് മനസ്സിലാക്കണം. അത് കുഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ, പാരൻസുമായിട്ടുള്ള ഈ ടീനേജേഴ്സിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യാൻ ഒരു നല്ല വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഡേയ്സ് ആണ് ഇത്. യഥാർത്ഥത്തിൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്രിയാത്മകമായ കാര്യം ഇത്തരത്തിൽ ആൾക്കാർ തമ്മിലുള്ള ആശയവിനിമയം കൂടുകയും കുടുംബത്തിലുള്ള ആശയവിനിമയം കൂടുക എന്നുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ ചെറിയ ജോലികളിലുമൊക്കെ അവരെ നമ്മൾ ഏർപ്പെടുത്തണം. കാരണം ഈ കോവിഡ് കാലം ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളെങ്ങനെ പണ്ട് നമ്മളൊരു ആപ്പിൽ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ വീട്ടിലെത്തുമെന്ന് വിചാരിച്ച പല സാധനങ്ങളും വീട്ടിൽ വരുന്നത് തന്നെ അപകടമാണെന്നും ഈ ആപ്പിൽ കുത്തിയാൽ പോലും കിട്ടില്ല, നമ്മൾ പോയി ഇറങ്ങിച്ചെന്ന് വാങ്ങിക്കേണ്ടി വരുമെന്നും ഗൂഗിളോട് ചോദിച്ചാൽ മാത്രമല്ല വിവരങ്ങൾ കിട്ടുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാഠങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു തലമുറയെക്കുറിച്ച് നാം പറഞ്ഞിരുന്നത് ഇവർ ഈ ഡിജിറ്റൽ ടെക്നോളജി ബേസ്ഡ് ആണെന്നും അവർ ഈ ഗൂഗിളിനോടാണ് എല്ലാ കാര്യങ്ങളും ചോദിക്കുമെന്നും പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിന്നും അവർക്ക് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ലോകത്തേക്ക് മുതിർന്ന തലമുറയിലുള്ള ഞങ്ങൾ കുറച്ച് മുതിർന്നവരൊക്കെ യാഥാർത്ഥ്യത്തിൻ്റെ ലോകമെന്ന് പറയുന്ന, ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതങ്ങനെ എല്ലാം തോന്നിയേക്കാം, പക്ഷേ ആ യാഥാർത്ഥ്യത്തിൻ്റെ മനുഷ്യബന്ധങ്ങളുടെ ലോകത്തിലേക്ക് ഇറങ്ങി വരാനുള്ള അവസരമായിട്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞത് നന്നായി. ബന്ധങ്ങളുടെ വില എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ബന്ധങ്ങളുടെ വില പലരും തിരിച്ചറിഞ്ഞത് ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ തന്നെയാണ്. ഡോക്ടർ, നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 50-60 വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾ, ഞാൻ ആദ്യം സ്ത്രീകളിലേക്ക് തന്നെയാണ് വരുന്നത്. സ്ത്രീകൾ പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ, അവർ ഫേസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അതിനെ പറയാനറിയില്ല. കാരണം ഇപ്പം ആകെ കൂടി ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു 5 മാസമൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആകെ കിട്ടുന്നത് ഇടയ്ക്ക് പോയിട്ടുള്ള ഈ ചെക്കപ്പ് പോലും അതുപോലും ഇപ്പം ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രയും കോംപ്ലിക്കേഷൻ ഉള്ള കേസസ് മാത്രമേ ആശുപത്രിയിലൊക്കെ പോകുന്നുള്ളൂ. അവർ സാധാരണ തന്നെ ഇപ്പം നോർമലാണെങ്കിൽ തന്നെ കോവിഡ് കാലം അല്ലാതിരുന്നപ്പോൾ തന്നെ അവർക്ക് പ്രസവത്തിന് മുമ്പും ശേഷവും അവർ ഫേസ് ചെയ്യുന്ന അതിഭീകരമായ മാനസിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഉറക്കമില്ലായ്മ, അതല്ലാതെ ഈ മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നൊരു സമയമാണ്. അപ്പം അവർ ഈ ഒരു സമയത്ത് അവരെങ്ങനെയാണ് എങ്ങനെയാണ് വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സിന് അവരുടെ ഫ്രണ്ട്സിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അല്ല, നിർഭാഗ്യവശാലി ഗർഭിണികളുടെയും സ്ത്രീകളുടെയും കാര്യം ഇക്കാലഘട്ടത്തിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഗർഭിണികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പണ്ടേ പറയും ഗർഭാവസ്ഥയിലാണ് ഒരു ശിശു, ഗർഭാവസ്ഥയിലുള്ളൊരു ശിശുവിൻ്റെ ഏറ്റവും വലിയൊരു പരിലാളനവും പരിചരണവും കൊടുക്കേണ്ടതാണ്. കാരണം അതാണ് പിന്നെ വളർന്നു വന്നൊരു കുഞ്ഞായി വരുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും പരിചരണം വേണ്ട ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഏത് മതങ്ങളിലുമാകട്ടെ ഈ ഗർഭധാരണവും ഒക്കെ ബന്ധപ്പെട്ട് പല ചടങ്ങുകളുമുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മളൊരു സാമൂഹ്യവൽക്കരണം, അവരുടെ ബന്ധുക്കൾ വരികയും ഈ ഗർഭിണിയായ ഈ കുട്ടിയെ കാണുകയും ഒരു സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് മാനസികാരോഗ്യത്തിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും ഇപ്പോൾ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവരുടെ കാര്യത്തിൽ കുറച്ച് പ്രത്യേക ശ്രദ്ധ തന്നെ വേണ്ടതാണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഒറ്റപ്പെടലിനോടൊപ്പം അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാർ അവരുടെ കൂടെ വരികയോ സംസാരിക്കാനോ സമ്മതിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. ഇത് ഈ ഭർത്താക്കന്മാരൊക്കെ പുറത്തുള്ള ആളുകളുടെ കാര്യം കൂടുതൽ വിഷമകരമാണ്. കാരണം ഇവർ ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പം വരണമെന്നൊക്കെ വിചാരിച്ചിരുന്നത്, അതുപോലും പറ്റാതെ പോയി, വന്നാൽ പോലും ക്വാറന്റൈനിലാണ്. അപ്പോൾ അതൊക്കെ ഇവരെ ഭയങ്കര ഭീകരമായിട്ട് ബാധിക്കില്ലേ? തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് തന്നെ വരുന്ന ധാരാളം കോളുകൾ ഇവരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിലൊരു ടെക്നോളജിയുടെ ഒരു വിഷയമുണ്ട്. നമ്മൾ പലരോടും ഈ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും വെച്ചിട്ട് വീഡിയോ കോളുകളും ഒക്കെ വെച്ചുകൊണ്ട് ഇവരോട് സമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവർ ചോദിക്കുന്നത്, ഒരു ഗർഭിണിയായ ഞാനൊരു കുഞ്ഞ് വയറിലുള്ളപ്പോൾ ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചാൽ അത് കുഴപ്പമാവില്ലേ എന്നുള്ള ഈ ആശങ്കകളും ഒക്കെ തന്നെ അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞ പോലെ
അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് നമ്മളൊരു പ്രാധാന്യം കൊടുക്കണം. ആ ഒരു ഗർഭാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യാവുന്ന നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ടുമൊക്കെ ചെയ്യാവുന്ന ചെറിയ ചെറിയ ലഘു വ്യായാമങ്ങൾ അതെല്ലാവരും അവർ പറഞ്ഞു തരുന്നതാണ്. അത് ചെയ്യുക. പിന്നെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് പോകുന്നത് പലയിടത്തും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ ഈ ഡ്യൂട്ടികളിലുമൊക്കെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നാം പറഞ്ഞല്ലോ, പറ്റുന്ന തോതിലുള്ള ഒരു സാമൂഹ്യവൽക്കരണം കുടുംബത്തിനിടയിലുള്ള ഇതിലെല്ലാത്തിലും അടിസ്ഥാനപരമായി നിൽക്കുന്നത് ഈ ഒരു കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കേണ്ട, ആശയവിനിമയത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലമായി വന്നിരിക്കുക. അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിളിക്കാനും അവരുമായി സംവദിക്കാനും ഒക്കെ ഒരു സമയം കണ്ടെത്തുകയും, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കുകയും അതിന് കൃത്യമായ ചികിത്സയോ കൗൺസിലിങ്ങോ ഉൾപ്പെടെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു പരിഹാരം തേടുകയും ചെയ്യണം. കാരണം നമുക്കറിയാവുന്നതുപോലെ യഥാർത്ഥത്തിൽ കുഞ്ഞിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യത്തിൻ്റെ ഒരു നേർ പ്രതിഫലനമാണ് ഈ കുഞ്ഞിൻ്റെ ആരോഗ്യവും കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയും. അപ്പോൾ ഈ അമ്മയുടെ മനസ്സിനേക്കുന്ന ഓരോ ആഘാതവും കുഞ്ഞിലേക്ക് പകരാനും അത് തീർച്ചയായും കുഞ്ഞിൻ്റെ ഭാവിയെ വരെ ബാധിക്കാവുന്ന രീതിയിലായതുകൊണ്ട് ചെറിയ ചെറിയ തോതിലുള്ള സംശയങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനുള്ള ചികിത്സയോ മറ്റു ഫലപ്രദമായ മാർഗ്ഗങ്ങളോ സ്വീകരിക്കേണ്ടതുമാണ്. ഓക്കെ, സ്ത്രീകളെ തന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ, ഒരു 30-40% ആൾക്കാർ വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് സാധനം. ഇവർക്ക് കുറച്ചുകൂടിയൊക്കെ ആളുകളുമായിട്ട്, ഇപ്പോൾ ഭർത്താവാണെങ്കിലും കുട്ടികളാണെങ്കിലും ദൂരെയുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നു. അപ്പം എല്ലാവരും കൂടെ ഉണ്ട് എന്ന് സന്തോഷിക്കുന്ന കുറേ പേരുണ്ട്. അത് നമുക്കും ആശ്വാസകരമാണ് ആ ഒരു സന്തോഷം. പക്ഷേ എങ്കിൽ പോലും ഇവർ കടന്നു പോകുന്ന കാരണം ഇവർക്കായിട്ടുണ്ടായിരുന്ന സ്പേസസ് കുറഞ്ഞു, ഇവർ മാത്രമായിട്ടുണ്ടായിരുന്ന ഇവരുടെ സമയങ്ങൾ കുറയുന്നു. അപ്പം അതിലൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സന്തോഷിക്കുന്ന കുറച്ച് പേരുണ്ട്. ചില ആളുകൾക്ക് ഇത് ഡിപ്രഷനാണോ, ഇത് എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാകാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പം എങ്ങനെയാണ് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പോൾ കടന്നു പോകുന്ന ചിലപ്പോൾ ദേഷ്യപ്പെടും, വീട്ടിൽ വഴക്കായിരിക്കും, ചിലപ്പോൾ മോശമായിട്ട് പെരുമാറും, ചിലപ്പോൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥ എന്താണെന്ന് അവർക്ക് പോലും മനസ്സിലാവില്ലാത്ത കുറച്ചാളാണ്. എങ്ങനെയാണ് അവർ അതിൽ നിന്നൊന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പിലേക്ക് അവർക്ക് വെക്കാൻ പറ്റുക? നമ്മൾ ഈ മധ്യവയസ്കരായ കുറച്ചപ്പുറത്തുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ അനുഗ്രഹം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ ഒരു സ്പേസും ടൈമും ഇല്ലാതാകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ അപകടകരമായ കാര്യമാണ്. നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ പോലും നമ്മൾ ഏറ്റവും മാനിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെയാണ് നാം ഇഷ്ടപ്പെടുന്നത്, ഒരു വ്യക്തിയുടെ കൂടെയാണ് നാം താമസിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനും എൻ്റെ പങ്കാളിയും എന്ന് പറയുമ്പോൾ എൻ്റെ പങ്കാളി എൻ്റെ പൂർണ്ണമായ എല്ലാ ഇഷ്ടങ്ങളെയും ഇഷ്ടപ്പെടണമെന്നും എൻ്റെ എല്ലാ അനിഷ്ടങ്ങളോടും അനിഷ്ടം കാണിക്കണമെന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തിപരമായ ഒരു ബൗണ്ടറി, ഒരു അതിർവരമ്പ് ഉണ്ടാവുകയും അയാൾക്ക് അയാളുടെ വ്യക്തിപരമായ താല്പര്യമുള്ള ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സമയം ഞാൻ കൊടുക്കുകയും വേണം. അത് തിരിച്ചും ഉണ്ടാകണം. അപ്പോൾ അത് പങ്കാളികൾ തമ്മിലുള്ള ഏതൊരു വ്യക്തിബന്ധത്തിലും അടിസ്ഥാനമായിട്ടുള്ളത് അതാണ്. പങ്കാളികൾ തമ്മിലും അത് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മധ്യവയസ്കരായ സ്ത്രീകളുടെ ആർത്തവ വിരാമം, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവരുടെ മാനസിക ആരോഗ്യത്തിൻ്റെ തന്നെ നിർണായകമായ 3 ഘട്ടങ്ങൾ യഥാർത്ഥത്തിൽ ആർത്തവാരംഭവും ഗർഭധാരണവും പ്രസവവും ആർത്തവ വിരാമവും, ആ 3 ഘട്ടങ്ങളാണ്. ഇതിൽ ഈ ആർത്തവ വിരാമത്തിൻ്റെ ഒക്കെ അടുത്തെത്തിയിരിക്കുന്നവർക്ക് ഈ പറഞ്ഞ ചെറിയ തോതിലുള്ള ഇത്തരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങളും ചെറിയ വിഷാദങ്ങളും ഒക്കെ ഉണ്ടാവും. അതിലും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പരമപ്രധാനം, എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രേക്ഷകരെ ഇദ്ദേഹം സൈക്യാട്രിസ്റ്റ് ആണോ അതോ ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനറാണോ എന്ന് വിചാരിക്കുന്ന തലത്തിലേക്ക് പോയാൽ പോലും എനിക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ എപ്പോഴും ഈ പറയുന്ന ശാരീരികമായ വ്യായാമത്തിൻ്റെ ഒരു ആക്ടിവിറ്റിയുടെ പ്രാധാന്യം നമ്മളങ്ങ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ടതാണ്. ഇത്തരത്തിലുള്ള അപാലവൃദ്ധം ജനങ്ങൾക്കും കൃത്യമായി വേണ്ടതാണ്. അത് നമ്മൾ കൃത്യമായി എടുക്കുകയും അവരുടെ ഈ പറയുന്ന ആഹാര രീതികളിലുമൊക്കെ ഒരു മാറ്റം, പിന്നെ ഈ പറയുന്ന പോലെ പല രോഗങ്ങളും ഇവർക്ക് വരാനുള്ള സാധ്യതയുള്ള കാലഘട്ടമാണ്. നമുക്ക് ഈ ആശുപത്രിയിൽ പോകാനും പരിശോധിക്കാനും ഇപ്പം ഒരു ബുദ്ധിമുട്ടുമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൃത്യമായ പ്രിക്കോഷനുകൾ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോഗ്യചര്യകൾ സ്വീകരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടെങ്കിൽ അത് കൃത്യമായി മാനേജ് ചെയ്യും. പറയുന്ന പ്രമേഹമോ രക്തസമ്മർദ്ദമോ മറ്റ് രോഗാവസ്ഥകളുണ്ടെങ്കിൽ, കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കൊരു രോഗം വന്ന് പിന്നെ ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയാണ്. നോക്കൂ, ഇത് ഞാൻ പറയുന്നത് ഒരിക്കലും ആശുപത്രി പോകരുന്നതിനെ എതിർക്കുകയോ അങ്ങനെ പോകരുതെന്ന് പറയുകയല്ല. പക്ഷേ തീർച്ചയായും നമുക്കൊരു പ്രിക്കോഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു ആംഗിളിലൂടെ ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ എടുക്കുകയും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കാത്തു രക്ഷിക്കുകയും, പണ്ട് നമുക്കിപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ തന്നെ അടിസ്ഥാന പാഠങ്ങളായി പറയുന്നത് നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഹോബി, ചിലപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് പാട്ട് കേൾക്കുന്ന ആളായിരിക്കും, പടം വരയ്ക്കുന്ന ആളായിരുന്നിരിക്കും, കുറച്ച് എഴുത്തിൻ്റെ കുഴപ്പമുള്ള, അല്ലെങ്കിൽ കുഴപ്പമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, അത്തരത്തിലുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കുകയും ഈ പറഞ്ഞ ഒരു സാമൂഹ്യ
വൽക്കരണം ഉണ്ടാവുകയും അതോടൊപ്പം സ്വന്തം വ്യക്തിത്വത്തിന് ചേർന്ന വ്യക്തിപരമായ ഒരു സമയം എടുക്കുകയും നമ്മുടെ വ്യക്തിപരമായ സമയവും സാമൂഹ്യവൽക്കരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയിലൂടെ മാത്രമായിരിക്കും. ഒരുപാട് പേരൊക്കെ അതിലേക്ക് എത്തി ഡോക്ടർ. കാരണം ഈ ഉറങ്ങിപ്പോയ കഴിവ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണർത്തിയെടുത്തു ഒരുപാട് പേര്. അത് അക്കാര്യത്തിലൊക്കെ ഇപ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയാസിലൊക്കെ കയറുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് കഴിവുള്ള, പാടുന്ന, കഥ പറയുന്ന, ചിത്രം വരയ്ക്കുന്ന ഒരുപാട് പേരെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതും ലോക്ക്ഡൗൺ കാലത്താണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പുരുഷന്മാരുടെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഒന്ന് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കവലയിലേക്ക് ഇറങ്ങുന്ന, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്ന, ദിവസവും വൈകുന്നേരങ്ങളിൽ ആളുകളെ മീറ്റ് ചെയ്യുന്ന, സംസാരിക്കുന്ന, കുറേ ആൾക്കാരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾക്കാർ വീട്ടിൽ തന്നെ ഒതുങ്ങുമ്പോൾ വീട്ടുകാർ ഇപ്പോൾ ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെ മുഖം മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടിപ്പോയാൽ ഓപ്പോസിറ്റ് വീട്ടിലോ സൈഡിലെ വീട്ടിലെയോ ആൾക്കാരെ അല്ലാതെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊന്നും മറ്റൊരു ഓപ്ഷൻ ഈ സമയത്ത് നമുക്കില്ല. അപ്പം അവരെ സംബന്ധിച്ചും വലിയ പ്രശ്നമാണ്. എന്നാൽ വിഷാദമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ചിലർക്കെങ്കിലും അത് പറയാനോ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സ്വന്തം വീട്ടിലുള്ള ആളുകളോട് പോലും അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം അവരെങ്ങനെയാണ് ഇത് തിരിച്ചറിയേണ്ടത്? എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും? ഇത് അടിസ്ഥാനപരമായി നമ്മൾ ഈ പുരുഷന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും ജോലിക്ക് പോകാനുള്ള, അപ്പം നമ്മൾ പ്രധാനമായിട്ട് തൊഴിൽ മേഖല പുരുഷന്മാരാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് നിർഭാഗ്യവശാൽ. അപ്പോൾ അങ്ങനെ പോയി വരുന്നവർക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഭാരതത്തിൽ ഈ പറയുന്ന ഒരു സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു സാമൂഹ്യ ഘടനയിൽ പുരുഷനാണ് കൂടുതലൊരു സോഷ്യലൈസേഷനും ഒക്കെ നമ്മൾ ഈ പറയുന്ന കവലയിൽ ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത്. വൈകുന്നേരം ജോലി കഴിഞ്ഞതിന് ശേഷം ആങ്കർ പോലും സ്ത്രീകൾ കവലയിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ പുരുഷന്മാരത് കൽപ്പിതമായിരിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഒറ്റയ്ക്കിരിക്കുന്നതിൻ്റെ ഒരു മുഷിച്ചിലും ഒരു പ്രശ്നവും ആൾക്കാരോട് ഇടപഴകുമ്പോൾ ഒരു ദേഷ്യവും മറ്റുമൊക്കെ ഉണ്ട്. അവിടെയും ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഫേസ്ബുക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ചില ഭാര്യമാരോടും ഭർത്താക്കന്മാരും ഒക്കെ സംസാരിക്കുമ്പം ചില ഭാര്യമാർ പറഞ്ഞത് ഭർത്താവ് പടം വരയ്ക്കുമെന്ന് കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ട് പോലും എനിക്ക് അറിയാനില്ലായിരുന്നു എന്നും വീണ വായിക്കാൻ എൻ്റെ ഭാര്യ പഠിച്ചിരുന്നു എന്നുള്ളത് ലോക്ക്ഡൗൺ കാലത്താണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞ ഭർത്താക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ കഴിവുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അതിനെ ക്രിയാത്മകമായി ഒന്ന് അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെടുക്കുക. കാരണം ധാരാളം യൂട്യൂബ് ചാനലുകൾ ഇക്കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളുടെയും ഇത്തരത്തിലുള്ള കഴിവുകൾ കണ്ടിട്ട് എനിക്ക് പോലും അറിയാതിരുന്ന ആ കഴിവുകളുടെ ഒന്ന് പുറത്തുവിടുക. യഥാർത്ഥത്തിൽ ലോക്ക്ഡൗൺ കാലത്തെ നമുക്കുള്ള ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അതെല്ലാവർക്കും ഉണ്ട്. അതൊന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് എന്തായിരുന്നോ അതിന് യഥാർത്ഥം നമ്മൾ ഈ പറയില്ല, യഥാർത്ഥത്തിൽ ഒരു ചെമ്പ് പാത്രത്തിലൊക്കെ ഈ കൂടുതൽ ക്ലാവൊക്കെ പിടിച്ചങ്ങ് കുറച്ച് നാളായി ഈ പൊടി തട്ടിപ്പോയി ആ കഴിവുകളൊക്കെ ഒന്ന് ഉരച്ചെടുത്ത് അത് കൂടുതലൊരു തിളക്കത്തോടു കൂടി വരാനുള്ള ഒരു കാലഘട്ടമായി ഇതിനെ കാണും. അങ്ങനെ വരുമ്പോഴേ യഥാർത്ഥത്തിൽ ലോക്ക്ഡൗൺ നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്നത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്ന പ്രായം അവരുടെ കാര്യമാണ്. കാരണം നമ്മളിപ്പം നാട്ടിൽ നിന്നൊക്കെ മാറി ആളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇപ്പം കൂടെ ഗ്രാൻഡ് പാരൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഫോണിൽ കൂടെ അവർ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ഇല്ലാതാവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അത്രയും നമുക്ക് വിഷമം തോന്നിക്കുന്ന രീതിയിലാണ് അവരുടെ സംസാരം പോലും മാറിയിരിക്കുന്നു. കാരണം ആരെയും കാണാൻ ആരും വരുന്നില്ല. ഇപ്പം വയ്യാതിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പം എങ്ങനെയാണ് അവരോടൊപ്പം നമുക്ക് ഇനിയൊന്നും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ വ്യായാമം ചെയ്യണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അവരെ കെയർ ചെയ്യേണ്ടത്? മുതിർന്നവരുടെ കാര്യം അതീവ ജാഗ്രത വേണ്ടതാണ്. കാരണം നമുക്കറിയാവുന്നപോലെ നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം എപ്പോഴും ആലോചിക്കാം, നമ്മൾ ഇതുവരെ സംസാരിച്ച കുഞ്ഞുങ്ങൾ, കൗമാരക്കാർ, യുവാക്കൾ, ഇവർക്കെല്ലാവരും ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ട്, അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട്. ഇവർക്ക് ഇനിയും വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. കാരണം ഇവർക്കിനി ഇത് എത്ര നാളും കൂടെ നീണ്ടു നിൽക്കുമെന്ന് ഇവർക്ക് അറിയത്തില്ല. പക്ഷേ മുതിർന്നവരൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് അവർ ഇത്രയും വീട്ടിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല ഈ മുതിർന്നവരെയൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒരുമാതിരി ശത്രുക്കളെ കാണുന്നത് പോലെയാണ് അവരെ കാണുന്നത് എന്നുള്ള തലത്തിൽ വരെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അവരോടുള്ളൊരു കരുതലിൻ്റെ ഭാഗമായിട്ടാണ് നാം ചെയ്യുന്നതെങ്കിലും അത് ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ മുതിർന്നവർക്ക് പോലും വ്യായാമം വേണ്ട എന്നൊരു പദ്ധതിയിലും പറയുന്നില്ല. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ വീട്ടിൽ അല്പം സ്ഥലമുണ്ട്, വീടിൻ്റെ പറമ്പിന് ചുറ്റും സ്ഥലമുണ്ട്, ഒരു ഫ്ലാറ്റിലാണെങ്കിൽ ഫ്ലാറ്റിൻ്റെ സ്ഥലമുണ്ട്, ഒരു ജംഗ്ഷനുകളുണ്ട്, അവിടെ അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലോക്ക്ഡൗണും മറ്റും ഉള്ളപ്പോൾ പോലും ഇത്തരത്തിലുള്ള ആൾക്കാർ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നതിന് പകരം അവരുടെ ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലത് തന്നെയാണ്. നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്, ഈ പൂർണ്ണമായ പ്രൊട്ടക്ഷനുമൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇത് വരില്ല എന്ന് നമ്മൾ അറിയുമ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ മുതിർന്നവർക്ക് വേണ്ടി ഒരാഴ്ചയിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഇത്തരം വീഥികൾ തുറന്നിടുന്നു, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് നമ്മൾ തീർച്ചയായും ചെയ്യണം. പിന്നെ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനമായി
ചെയ്യാവുന്നത് ഇത്തരത്തിലുള്ള ടെക്നോളജി അധിഷ്ഠിതമായ, കാരണം ഈ മുതിർന്നവർ പല ആൾക്കാരും നമ്മൾ പറയുന്നത് പോലെ ഈ പ്രായമായ ആൾക്കാരുടെ പല കുടുംബത്തിലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഴിവുകൾ നാം അറിഞ്ഞു എന്നതുപോലെ മുതിർന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണ ഇവർക്ക് ടെക്നോളജിയെ കുറിച്ചൊന്നും അറിയില്ല. സന്തോഷം എന്താന്ന് പറഞ്ഞാൽ അവരൊക്കെ വീഡിയോ കോളിൽ വരുമ്പോഴും എല്ലാവരും ഫോണൊക്കെ ആവശ്യപ്പെട്ട് തുടങ്ങി. എന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കണം, എൻ്റെ മോനോട് ഇല്ലെങ്കിൽ എൻ്റെ മോളോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഫോണൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ ആവശ്യപ്പെടുന്ന അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ആയി ഇപ്പോൾ നമുക്ക്. അതാണ് കുറച്ചുകൂടി അതൊരു വളരെ നല്ല കാര്യമാണെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് മരുമകളെ, അമേരിക്കയിലുള്ള മരുമകൾ പാചകം ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ കളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ നോക്കൂ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉണ്ടായിരുന്ന പല കഴിവുകളും പണ്ട് മറന്നുപോയത് നമ്മളൊന്ന് തേച്ച് മിനുക്കി എടുക്കുന്ന പോലെ ഒരു വ്യക്തി എന്ന രീതിയിൽ പൂർണ്ണമായ ഒരു റിഫർമേഷന് വേണ്ടി നമ്മെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള, നമ്മുടെ വ്യക്തിത്വം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ എന്താണ് നമ്മളെന്ന് തിരിച്ചറിയാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ കാണാം അല്ലേ? കോവിഡാനന്തര കാലഘട്ടത്തിൽ ഇനി നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരം കഴിവുകൾ, അതിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാതെ പോയ ഈ വീട്ടിലും വളപ്പിലും ഒക്കെ ചെറിയ കൃഷി തുടങ്ങുന്നത് തൊട്ട് ഇപ്പം നമുക്കറിയാമല്ലോ മറ്റ് രോഗങ്ങളുണ്ടെങ്കിൽ കോവിഡ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ മറ്റു രോഗങ്ങളുണ്ടെങ്കിൽ കോവിഡ് വന്നാൽ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അറിയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുന്നു. പുറത്തു കൊണ്ടുവരുന്ന ഭക്ഷണം നോക്കൂ, ഓൺലൈൻ സംവിധാനങ്ങളോട് മറ്റുള്ള എനിക്ക് എതിർപ്പൊന്നുമില്ല, എന്നാലും അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ് ഉൾപ്പെടെയുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പൊതുവായ ഒരു ആരോഗ്യം കൂട്ടാനുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കും ഈ കോവിഡ് കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമെന്നും അതോടൊപ്പം ഈ കാലവും കടന്നു പോകുമെന്നും എല്ലാ ഘട്ടകാലത്തെയും പോലെ ഈ കാലവും കടന്നു പോകുമെന്നും ഈ കാലവും നമ്മളെ കുറേ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുമെന്നും അവ നമ്മുടെ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടായിരിക്കുമെന്നും നമുക്കറിയാം. അത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു ഡോക്ടർ. ഈ വിഷയത്തെക്കുറിച്ചാണെങ്കിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. വളരെ നന്ദി. തിരക്കുള്ള സമയമാണ്, വന്നതിനും സംസാരിച്ചതിനും ഒരുപാട് താങ്ക് യു. ഡിപ്രഷനെ കുറിച്ചും പ്രതിവിധികളെക്കുറിച്ചുമായിരുന്നു ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ് ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഡോക്ടർ ക്യൂവിൽ വീണ്ടും കാണാം. നമസ്കാരം.